വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ദുബായിൽ വന്നിട്ട് 3ാമത്തെ ദിവസമാണ്. ഇത് ഞങ്ങളുടെ ഷോപ്പിംഗ് ഡേ ആണ്. അതായത് നമ്മുടെ ഗംഗയുടെ ഫ്രണ്ട് ഉണ്ട് മീനാക്ഷി ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഈത്തപ്പഴം, ടാങ് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോകാനായിട്ട് ടൈഗർ ബാഗ് അത് തന്നെ അതൊക്കെ മേടിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ. അതെ, ഇതൊക്കെ തന്നെ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങളതേ കൊണ്ടുപോട്ടെ. നിങ്ങൾ നീ വഴി തെറ്റിക്കോ, ഞങ്ങളെ വിശ്വസിച്ച് പോകണ്ട. എത്തി. അപ്പൊ നമുക്ക് തുടങ്ങാം ഷോപ്പിംഗ് പ്രഹസനങ്ങൾ. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഞങ്ങൾ ഈ 2 ദിവസം പ്രോപ്പർ ദുബായിലായിരുന്നു കേട്ടോ. എന്ത് സാധനം എടുത്താലും 200 AED 300 AED. ഇത് പ്രോപ്പർ ദുബായ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് കരാമയാന്ന് പറഞ്ഞിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഈ കിടക്കുന്ന സാധനങ്ങൾക്കൊക്കെ വെറും 13 AED ഒക്കെ ഉള്ളൂ. അവിടെ നോക്കിയത് 900 രൂപ. ഒരു സ്ക്രഞ്ചിക്കാണ് 900 രൂപ, 1000 രൂപയൊക്കെ. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടും ആട്ടോ. ഗിഫ്റ്റ് ചെയ്യാനും നല്ലതാണ്. ഡേറ്റ്സിന് വേണ്ടി ഇതൊരു സ്വർഗമാണ് കേട്ടോ. എന്തൊക്കെ ടൈപ്പാണെന്നറിയോ? ചേട്ടന് പച്ച ഈന്തപ്പഴം വേണമെന്ന് പറഞ്ഞിട്ടോ, ഭയങ്കര പഴുക്കാത്ത ഇത് കണ്ടോ. അതുപോലെ പച്ച ഈന്തപ്പഴം എൻ്റെ കയ്യിലിരിക്കണം. കുറച്ച് പഴുത്ത ഒരു ചെനച്ചതെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഈന്തപ്പഴം എൻ്റെ കയ്യിലിരിക്കണം. ഇത് ചേട്ടനുണ്ട കൊടുക്കണം. എന്തു ഭംഗിയാ നോക്കി. ഇവിടുത്തെ ക്യാരറ്റും കുക്കുംബറൊക്കെ ഒരു കേട് പോലും കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജീസ്. അമ്മ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നതാണ് തേയില മേടിക്കണം എന്നുള്ളത്. ഞാൻ അമ്മയ്ക്ക് എന്തായാലും തേയില മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇലത്തേയില കേട്ടോ. സ്ട്രോങ് എടുത്തത്, കാരണം അമ്മയ്ക്ക് സ്ട്രോങ് ഒക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് സ്ട്രോങ് തേയില എടുത്തത്. നമുക്ക് കുറച്ചിട്ട് നല്ല കടുപ്പവും കാര്യങ്ങളൊക്കെ കിട്ടും. സത്യം പറഞ്ഞാൽ ഇവിടെ ദുബായിൽ ഷോപ്പിങ്ങിനുണ്ടെങ്കിൽ ഞാൻ ഗ്രോസറീസ് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്കും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഈന്തപ്പഴം, തേയില, കശുവണ്ടി ഇതൊക്കെയാണ് മേടിച്ചേക്കണം. ഷോപ്പിംഗ് വ്ളോഗാണ്, പക്ഷെ ഗ്രോസറി ഷോപ്പിംഗ് പോലെ ഉണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. കുറേ സാധനങ്ങൾ. ടാങ് ദുബായിക്കാരൻ്റെ മെയിൻ സാധനം അല്ലേ, ടാങ് എടുക്കാൻ പോവാ ഇനിയിപ്പോൾ. ലാസ്റ്റ് കിട്ടി ഗൈസ്. ഇതിനെ തപ്പി കുറേ നേരം നടക്കണം. ടാങ്, ലെമൺ ടാങ്, പൈനാപ്പിൾ ടാങ്, ഓറഞ്ച് ടാങ്, മാംഗോ ടാങ്. എന്ത് ഭംഗിയാ നോക്കി ക്ലിപ്സ് കാണാൻ. നാട്ടിൽ ഇതിനെങ്ങനെയില്ല, ഒരു 2000-3000 രൂപ കൊടുക്കേണ്ട സാധനങ്ങളാട്ടെ ഈ കിടക്കണം. ഇതൊക്കെ നോക്കി എന്ത് രസം, അടിപൊളി. നമ്മളങ്ങനെ ദുബായ് മോളിൽ എത്തിയിട്ടോ. ഇനി ഇവിടെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. കുറേ ഷോപ്സ് ഉണ്ട്. നമുക്ക് പൈസ പോണ വഴി അറിയില്ല, കാരണം മിക്ക ഐറ്റംസും ബ്രാൻഡഡ് ഐറ്റംസ് ആട്ടോ. ഇവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രീമിയം ബ്രാൻഡ് ഒരെണ്ണം പറയുകയാണെങ്കിൽ അതിവിടെ ഉണ്ട്. അത് മാത്രമല്ല സെഫോറ ഉണ്ട്, അതുപോലെ തന്നെ സാറ ഉണ്ട്. ഒത്തിരിയേറെ ഷോപ്സ് വേറെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും. എൻ്റെ അമ്മേ, ഇത് നടന്നിട്ട് തീരാനുള്ള പറഞ്ഞിട്ട് കാര്യത്തില്ല. എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, മീനാക്ഷിയില്ല, ആൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ മാളാണെന്നുള്ളതാണ്. അത് കാണാനുണ്ട് കേട്ടോ. ഒരറ്റത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ മറ്റേ അറ്റം എവിടെയെന്ന് അറിയാൻ പറ്റില്ല, അത്രയ്ക്കും സ്പേഷ്യസ് ആണ്. നമുക്കിതേ മേക്കപ്പ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സെഫോറെ കയറാം കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്യണത് ഇതാണല്ലേ, സെഫോറയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്. കിട്ടും, പക്ഷെ എല്ലാ ബ്രാൻഡും ഒന്നും ഇല്ലാതെ. അപ്പൊ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ലെറ്റ്സ് ഗോ. മേക്കപ്പ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള സ്വർഗമാണിത്, സ്വർഗം. സത്യം പറഞ്ഞാൽ എനിക്കില്ലേ വീട്ടിൽ പോകാൻ തോന്നില്ല കേട്ടോ. ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോണെങ്കിൽ എങ്ങനെ നീയാ, നമുക്ക് പായ വിരിച്ചിട്ട് എൻ്റെ അമ്മ എന്ത് രസമെന്ന് അറിയാമോ. നോക്കി, ഞാൻ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടോ, അറിയണേ ഇല്ല ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന്.
ഞാൻ അങ്ങനെ സെഫോറയിൽ പോയി കുറച്ചധികം പൈസ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുമല്ല ഇവിടെ നോക്കി. എന്റെ ദുബായ് ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശമേ ഇതാണ്. അറിഞ്ഞു എനിക്ക് സന്തോഷമാണ് കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എല്ലാവരും പുറത്തു പോയാലും ഞാൻ പറയും ഇന്ന സാധനം കൊണ്ട് തരുമോ ഞാൻ എല്ലായിടത്തും കെഞ്ചിയിട്ടുണ്ട്. പലരും കൊണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് വാങ്ങും. പക്ഷേ ഞാൻ കാണിക്കണം കൊള്ളാം ഗൈസ്. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് എന്തൊക്കെയുള്ളത് നോക്കട്ടെ കേട്ടോ. മാംഗോ ഒക്കെ കണ്ടിട്ട് എന്നെ മാടി വിളിക്കണം. പക്ഷെ ഞാൻ കയറൂല, വേണ്ട ശരിയാവില്ല. സാറേ പോയി നോക്കാം നമുക്ക്. എൻ്റെ അമ്മ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്താണ് ഞാൻ വന്നേക്കണം. സാറ എത്ര വന്നാലും എനിക്ക് മതിയാവില്ല. ബാംഗ്ലൂർ ഞാൻ കയറിയിട്ടുണ്ട് ഇതുപോലെ 2 പ്രാവശ്യം. പക്ഷേ ഇവിടുത്തെ കളക്ഷൻസ് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ ഗംഗേനെയും കൂടി അഡിക്റ്റഡ് ആക്കുക കേട്ടോ. സാറ അഡിക്റ്റഡ് ആക്കി ഞാൻ മേക്കപ്പ് സാധനം വാങ്ങിച്ച് തൊളിച്ചുകൊണ്ട് പകരത്തിന് പകരം അവളുടെ കയ്യിൽ ഇതേ ഇതുണ്ട്. നല്ല രസമുള്ള ഷർട്ട്. നമ്മൾ വിക്ടോറിയ സീക്രട്ട് കയറിയിട്ട് ഇത് പാരഡൈസ് ആണ്. നോക്കി, അത്രയും കളേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ എന്ത് രസമാണെന്നറിയാം. പാറ്റേൺ ഒക്കെ കാണണം. എനിക്ക് എപ്പോഴും നോർത്ത് ഇന്ത്യൻ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് വിക്ടോറിയ സീക്രട്ട്. എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളില്ലേ പിങ്ക്, ബ്ലാക്ക്, വൈറ്റ്, ആ ഒരു കോമ്പിനേഷനാണ് ഇവരുടെ കുറേയേറെ ഒറിജിനൽ കളക്ഷൻസും ഇവിടെ കിടക്കണം. നോക്കി എന്ത് ഭംഗിയുള്ള ലോഞ്ച് റേ. നോക്കി ഇത് രസമെന്ന് പറയും. ലേസസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ബ്യൂട്ടിഫുൾ ആണ്. ഹണിമൂണിനൊക്കെ പോവുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാട്ടോ ഇത്, കോച്ച്. ഇതിൻ്റെയാണ് ഞാൻ ഫസ്റ്റ് ലക്ഷറി ബാഗായിട്ട് ഞാൻ മേടിച്ചത്. ഇവിടെ എന്തോരം ലക്ഷറി സ്റ്റോഴ്സാണെന്നറിയാമോ. ഗൂച്ചി ഉണ്ട്, പ്രാഡ ഉണ്ട്. എന്താണ് നിങ്ങൾ ലക്ഷറി വേണ്ടത് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും തന്നെ ഉണ്ട്. പക്ഷെ പൊന്നെ കണ്ണ് തള്ളിപ്പോവും കളക്ഷൻസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും. പിന്നെ നടന്ന് മടുത്തിട്ടോ. അത്രയ്ക്കും വലിയ മോളാണ്. കുറേ ബ്രാൻഡ്സും കേൾക്കാത്ത ബ്രാൻഡ്സ്, എനിക്ക് തോന്നുന്നു കേൾക്കണ ബ്രാൻഡ്സിനെക്കാളും കൂടുതൽ കേൾക്കാത്ത ബ്രാൻഡ്സാട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി, ഏകദേശം മോള് ക്ലോസിങ് ടൈമായി എന്നാൽ കൂടി ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത്രയും ഐറ്റംസൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് സൂൺ ഹോൾ വീഡിയോ വരുന്നതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കണ്ടോ, ഓൾമോസ്റ്റ് ഷോപ്സ് എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. 11 മണിയായിട്ട് ഏകദേശം ഇവിടെ ടൈം, അതുകൊണ്ടിട്ടാണ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഞാൻ കുറേ ഷോപ്സ് കണ്ടു. കുറേ ഷോപ്സിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു കേട്ടോ കുറച്ചുണ്ട്. കറങ്ങിയുടെ മിക്ക ഷോപ്സ് ക്ലോസ് ആയി പോയി. ഞങ്ങൾ ഇവിടെ മനുഷ്യൻ വേരിറങ്ങി, വേരിന് വേരിറങ്ങി, അതിന് വേറെ മരവും പൊടി. നിങ്ങൾക്കൊക്കെ അത് വേണം. എത്ര നേരം അവിടെ ഇവിടെയൊക്കെ പോയി നിന്റെ കൂടെ വന്നിരിക്കാറുണ്ടടാ. ചുമ്മാ ചുമ്മാ സാധനം നോക്ക്. എങ്ങനെ മേടിച്ചാലതും എന്താ മേടിച്ച ആധാരം വെച്ചാ നീ ഇവിടെ. മീനാക്ഷി എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെയുണ്ട്? ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂടെ ഷുഗർ ലോ ആയി ബോധം കെട്ട് വീണവള്. അവസാനം അരിച്ചാക്കും. എന്താണ് കേക്ക്? ഹനുമാൻ ഗദ്ദ പിടിച്ചോണ്ടിരിക്കണ പോലെ ഉറക്കം പറഞ്ഞു വേണ്ടേ? ഇവൻ അക്രമാസക്തനാവും. ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ അവസ്ഥ എന്താന്നുള്ളത്. നമ്മളൊന്നും വിട്ടുകൊടുക്കൂല. എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്യും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇന്നലത്തെ ദുബായ് മോളിലെ ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ആയിട്ടോ. കാരണം കാർത്തി തിരിച്ച് നാട്ടിലോട്ട് പോയി. ബാക്കി എല്ലാവരും അവരുടെ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ചെങ്ങയും കൂടി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കൂടി ബാക്കിയുണ്ട്. എനിക്കോട് നമ്മുടെ ദിവസങ്ങൾ മുഴുവൻ ഷോപ്പിങ്ങിനായിട്ട് പോകുമെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ H&M അങ്ങനത്തെ കുറച്ച് ഷോപ്സിൽ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ബുർജുമോൻ മോളിലാണ് അല്ലേ, ബുർജുമോൻ മോൾ കയറി നോക്കാം നമുക്ക്. ഞാൻ
കുറച്ച് ദിവസമായിട്ട് ഇവിടെ H&Mൽ കയറണം എന്നും പറഞ്ഞ് നടക്കണം. ഇവിടെ H&Mൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനും സന്തോഷമായി. കുറേയേറെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ സീസണിലില്ലേ. സാറയിൽ നോക്കിയപ്പോഴാണെങ്കിലും വൈറ്റും ബ്ലൂവും കൂടിയുള്ള ഇതുപോലത്തെ സ്ട്രൈപ്സ് സാധനങ്ങൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. മേ ബി ഞാനും ഒന്ന് അങ്ങനത്തെ വല്ല എടുക്കുമായിരിക്കും. പിന്നെ ഈ വിൻറ്റേജ് ടോപ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കി എൻ്റെ ഭംഗിയാണ് ഈ ടോപ്പ്, നല്ല രസമുണ്ട്. ഈ ക്യൂട്ടായിട്ടുള്ള ഇത് കണ്ടോ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ മേടിക്കാം. കാരണം ഇതൊക്കെ നമുക്ക് കുറേ ടൈപ്പ് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വല്ലതൊക്കെ നോക്കാം. പിന്നെ ഈ ഷർട്ടൊക്കെ നോക്കി കൊള്ളാലെ, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒക്കെ നോക്കാം, വിൻറ്റേജ് സാധനങ്ങൾ. ഞാൻ ഇവിടെ ഒരു ലോഞ്ചറി ഷോപ്പിൽ കയറിയതാട്ടോ. 50% ഓഫർ ഉണ്ടായിരുന്നു. നല്ല അമേസിങ് ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. നോക്കി ബ്രാസൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ലേസും അല്ലേ, അതുപോലെ തന്നെ കുറേ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം സ്റ്റോർ കാണുമ്പോൾ തന്നെ അറിയാം. ബ്രാസിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഈ സെക്ഷനൊക്കെ ഭയങ്കര ന്യൂട്രലാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇവൻ ഈ ഒരു പാൻറ്റീസ് കണ്ടോ, 5 എണ്ണത്തിന് 79 ദർഹമാണ്. അതായത് ജസ്റ്റ് ഒരു 1500 റുപ്പീസിന് 5 പാൻറ്റീസ് കിട്ടും. അത് നല്ല ലേസൊക്കെ ഉള്ള പാൻറ്റീസ് കണ്ടോ. ഇത് ഇതുപോലത്തെ പാൻറ്റീസ് കിട്ടും. നല്ലതാ അല്ലേ. ഞാൻ എടുത്തു വിട്ടു 5 എണ്ണം അമ്മൂന് വേണ്ടിയിട്ട്. അവൾക്ക് സന്തോഷമാവട്ടെ. ഞാൻ നാട്ടിലെ ചട്ടിയാണ് കഴിച്ചത്. ശരി, നാട്ടിലെ ചട്ടി മതി. പക്ഷെ ഫാൻസി രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനും ചെങ്ങയും കൂടി ഇതേ ഷോപ്പ് ചെയ്യാൻ ഇടയ്ക്കിതേ ഇവരെ രണ്ടുപേരെയും കൂടി കിട്ടിയിട്ടോ. ഞങ്ങളിതേ ഇവിടെ ഡേ ടു ഡേ അല്ലേ, ഡേ ടു ഡേ ഷോപ്പിൽ വന്നേക്കും. ഇത് സ്വർഗം. നേരത്തെ ഇവളെ കൊണ്ടൊക്കെ ഇച്ചിരി വേറെ ഇവിടുത്തെ ഏതൊരു പെഞ്ചാമേനക നല്ല നല്ല സാധനങ്ങള്. സത്യം പറയടി, എല്ലാം കേൾക്കാൻ ഞാൻ പറ്റിച്ചേണ്ടാണ്ട് ഈ പരീക്ഷ ഉണ്ടല്ലോ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ് നീലും ചുവന്ന കളറിലെ കാണാൻ ഞാൻ അങ്ങോട്ട് വച്ചുവിട്ട് 10 തരാം. ഇതെന്താ നോക്കിക്കേ, ഇതെന്താ അല്ല മീനു, എന്താണത്? സ്വർഗോ? സ്വർഗം നോക്കിക്കേ, അടിപൊളി. നിങ്ങൾ ദുബായിൽ വരികയാണെങ്കിൽ ഇറങ്ങും പോകണ്ട കേട്ടോ. കരാമേ വരാ ഡേ ടു ഡേ എന്ന് പറയുന്ന ഷോപ്പിൽ കയറിയാൽ മതി. വലുത് കുറേ സ്ഥലത്തുണ്ട്, പക്ഷെ ഇത് ഭയങ്കര വലിയ സ്റ്റോറാണ്. മുഴുവൻ ഞങ്ങളുടെ നൈറ്റ് ഡ്രസ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള അൽക്കുലത്തെ ഐറ്റംസും ആയിട്ട് അമ്മയ്ക്കുള്ള നൈറ്റി എൻ്റെയും കെങ്ങയുടെയും കൂടി അലുതി മീനാക്ഷി ഇവക്കും ഉണ്ട്. അപ്പൊ 3 പേരും കൂടെ ഇത്രയും കുഴപ്പമില്ലല്ലേ. പാവം ഒരു ചേട്ടൻ ഇവിടെ കിടന്ന് ചേട്ടൻ്റെ ഇവിടെ കിടന്ന് വീർപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ നിറയെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലെല്ലാവരും ഹാപ്പി ആവട്ടെ. ഷോപ്പിംഗ് ഹോൾ വീഡിയോ അതുപോലെ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങുകളൊക്കെ കമ്മിങ് സൂൺ ഓൺ ദ വേ ആണ്. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. കുറേ ഐറ്റംസ് കേട്ടോ. ഞാൻ മേക്കപ്പ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒത്തിരി കാരണമായിരിക്കും. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഫെൻഡി ബ്യൂട്ടി ഇത് കുറേ സാധനങ്ങൾ എന്നെ കൊണ്ട് മേടിപ്പിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് അത്യാവശ്യം നോളജ് ഉണ്ട്. അതുകൊണ്ടിട്ട് കുറേ മേക്കപ്പ് ഐറ്റംസും പിന്നെ എൻ്റെ ആയിട്ടുള്ള കുറച്ച് ഫാഷൻ ഷോപ്പിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗും 2 ദിവസമായിട്ട് ഞാൻ ഷോപ്പിംഗ് വ്ളോഗ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടാലും അതുവരേക്കും ബൈ.